അപ്പോൾ 6th മൊഡ്യൂളിൽ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് അനാലിസിസ് ഓഫ് കോംപ്ലക്സ് പൈപ്പ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന 2 മെത്തേഡുണ്ട്, ഹാർഡി ക്രോസ് മെത്തേഡും ഇക്വലൻ്റ് പൈപ്പ് മെത്തേഡും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം 6th മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മൾ കൂടുതലും നോക്കുന്നത് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൾക്കാരിലേക്ക് എങ്ങനെ വെള്ളം എത്തിക്കും എന്നുള്ളതിൻ്റെ ഈ എത്തിക്കുന്നതെല്ലാം നമ്മൾ എങ്ങനെയാണ് പൈപ്പ് ലൈൻസിലൂടെയാണ് ചെയ്യുന്നത് അല്ലേ, പൈപ്പ് നെറ്റ്വർക്ക്സിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം സീരീസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക്സ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പൈപ്പ്സിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന പൈപ്പ് നെറ്റ്വർക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് ഉണ്ട്. പണ്ട് നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ചപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. The same conditions here, that the algebraic sum of the pressure drops around a closed loop must be 0. That is, there can be no discontinuity in pressure. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ട് പണ്ട്. അതേ രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് the algebraic sum of the pressure drops around a closed loop must be, അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ പ്രഷർ ഉണ്ടാവാൻ പാടില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. ആൻഡ് ദി ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്ലോ ലീവിങ് ദ സെയിം ജംഗ്ഷൻ. അപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ കൺസിഡർ ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഒരു പൈപ്പ് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൈപ്പ്സ് ഫ്ലോ ഉള്ളിലോട്ട് വരുന്നുണ്ടാവും, പുറത്തോട്ട് പോകുന്നുണ്ടാവും. സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് കേസസ്. സോ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഒരു 70 ലിറ്റേഴ്സ് ഓഫ് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 50-20 അതായത് എത്ര വരുന്നോ അത്ര തന്നെ പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ എത്ര ഒരു ജംഗ്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു മസ്റ്റ് ബി ലിവിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ്. അപ്പോൾ 2 കണ്ടീഷൻസാണ് അതിലുള്ളത്. ദ ആൾജിബ്രിക് സം ഓഫ് ദി പ്രഷർ ഡ്രോപ്സ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഷുഡ് ബി 0 ആൻഡ് ഓൾസോ ദ ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്ലോ ലിവിങ് ദി ജംഗ്ഷൻ. ഈ 2 കണ്ടീഷൻ ബേസ്, ഈ 2 പ്രിൻസിപ്പിൾ ബേസിസിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എത്ര വരുമെന്നുള്ളത്, അതായത് പൈപ്പ് നെറ്റ്വർക്ക്സിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്നും നമ്മൾ സെറ്റ് ചെയ്ത പൈപ്പ്സിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആണോ എന്നും നമ്മൾ നെറ്റ്വർക്ക് ഡിസൈനൊക്കെ കറക്റ്റ് ആണോ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ ഫോർ സോൾവിങ് സച്ച് സൊല്യൂഷൻ, ഫസ്റ്റ് വൺ ഇസ് ഹാർഡി ക്രോസ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാർഡി ക്രോസ് മെത്തേഡ്. സോ ഹാർഡി ക്രോസ് മെത്തേഡ് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ ഹാർഡി ആൻഡ് ക്രോസ് ആണ്, which requires that flow in each pipe is assumed by the designer. അപ്പോൾ ഡിസൈനർ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഫ്ലോ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ദെൻ അതിനുശേഷം ദ ഡിസൈനർ വിൽ ബി നോട്ട് ഓൺലി അസ്യൂമിങ് ദ ഫ്ലോ, ഇറ്റ് ഈസ് അസ്യൂംഡ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ അതിലേക്ക് ആ ഒരു പൈപ്പ് ലൈനിലൂടെയുള്ള ആ മാഗ്നിറ്റ്യൂഡും ആ ഡയറക്ഷനും രണ്ടും നമ്മൾ അസ്യൂം ചെയ്യും. ദെൻ നമ്മൾ ഈ അസ്യൂം ചെയ്യുന്ന ഈ 2 മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനിൽ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് ഫസ്റ്റ് മെയിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇൻഫ്ലോ അറ്റ് എ ജംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ദി ഔട്ട്ഫ്ലോ അറ്റ് ദാറ്റ് ജംഗ്ഷൻ ആണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കറിയാം നമ്മൾ ഫ്ലോ അസ്യൂം ചെയ്യുകയാണല്ലേ. ഒരു പൈപ്പ് ലൈനിൽ കൂടെ നമ്മളിപ്പോൾ ഒരു പൈപ്പ് ലൈൻ പോകുന്നു, ഒരു ജംഗ്ഷൻ എത്തുന്നു, അപ്പോൾ അവിടെ നിന്ന് വീണ്ടും 2ആയിട്ട് പൈപ്പ് പോകുന്നുണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇവിടെ കൂടെ 70 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ഫ്ലോ വരുന്നുണ്ട്, ഇങ്ങോട്ട് ഒരു 35 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് പോകുന്നുണ്ട്, ഇങ്ങോട്ടൊരു 35. സോ വി വിൽ ബി അസ്യൂമിങ് ദി ഫ്ലോ. അപ്പോൾ നമ്മളിത് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി അതായിരിക്കണമെന്നില്ല അല്ലേ, ആക്ച്വൽ ഫ്ലോ അതായിരിക്കണമെന്നില്ല. സോ ദർ വിൽ ബി എ കറക്ഷൻ, ഒരു കറക്ഷൻ ഉണ്ടാവും. ആ കറക്ഷനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാൻ പോകുന്നത്. സോ എ കറക്ഷൻ ടു ദീസ് അസ്യൂംഡ് ഫ്ലോ ഇസ് ദെൻ കമ്പ്യൂട്ടഡ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അസ്യൂം ചെയ്ത ഫ്ലോസിന് എന്ത് കറക്ഷനാണെന്നുള്ളത് ഈച്ച് പൈപ്പ് ലൂപ്പ് എടുത്തുകൊണ്ട് നമ്മൾ ആ നെറ്റ്വർക്കിൽ അനലൈസ് ചെയ്ത് അതിൻ്റെ കറക്ഷൻ കണ്ടുപിടിക്കണം. ആ കറക്ഷനെ റെഡ്യൂസ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആദ്യം ഡെൽറ്റ നമുക്ക് ചിലപ്പോൾ ഒരു +1.3 എന്നൊക്കെ വരും, അപ്പോൾ കൂടിയ വാല്യൂ. അപ്പോൾ ഡെൽറ്റ ഒരു മൈനസ് അല്ലെങ്കിൽ പ്ലസ് ആയാലും ഓക്കെ, +0.001 എന്നോ അല്ലെങ്കിൽ -0.001 എന്നോ ഏതെങ്കിലും ഒരു റെഡ്യൂസ്ഡ് വാല്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, ദെൻ ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദി ഡിസ്ചാർജസ് ക്യാൻ ബി കറക്റ്റ്. അത് കറക്റ്റാണെന്നുള്ളത് നമുക്ക്
അസ്യൂം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇഫ് ക്യു എ ഇസ് ദി അസ്യൂംഡ് ഫ്ലോ ആൻഡ് ക്യു ഇസ് ദി ആക്ച്വൽ ഫ്ലോ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യു എ, അതായത് ക്യു എ ഇസ് ദി അസ്യൂംഡ് ഫ്ലോ ആൻഡ് ക്യു ഇസ് ദി ആക്ച്വൽ ഫ്ലോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വൽ ഫ്ലോ മൈനസ് അസ്യൂംഡ് ഫ്ലോ. ദാറ്റ് ഇസ്, അല്ലെങ്കിൽ ക്യു ആക്ച്വൽ ഫ്ലോ എന്ന് പറയുന്നത് അസ്യൂംഡ് ഫ്ലോ പ്ലസ് ഡെൽറ്റയാണ് അല്ലേ? കറക്ഷനും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഫ്ലോ കിട്ടുന്നത്. അപ്പം ഹെഡ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് HL is equal to KQ raised to X. HL is equal, ഹെഡ് ലോസ് നമ്മൾ FM പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത് ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞത്. അതായത് HL is equal to KQ raised to X ആയിട്ട് നമുക്ക് എടുക്കാം ഹെഡ് ലോസ്. അപ്പോൾ ആ ക്യൂവിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, K into QA പ്ലസ് ഡെൽറ്റ ദ ഹോൾ റേസ് ടു എക്സ് എന്ന് നമുക്കത് എഴുതാം. സോ ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു KQ റേസ് ടു എക്സ് ആൻഡ് ക്യൂ എന്ന് നമുക്ക് QA പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം. സോ അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, അതായത് A പ്ലസ് B റേസ് ടു എക്സ് എന്നുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ A റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു A റേസ് ടു എക്സ് മൈനസ് 1B പ്ലസ് ഇനി ടേംസ്, ഇനി അങ്ങോട്ട് പോകുന്ന ടേംസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റയുടെ ഹയർ ഡിഗ്രീസ് ആയി. ഇവിടെ B വന്നു, പിന്നെ B² വരും, B³ വരും. അപ്പം ഇറ്റ് വിൽ ബി എ ഹയർ ഡിഗ്രീസ് ഓഫ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ആ ടേംസ് വേണ്ട. സോ വിൽ നെഗ്ലെക്റ്റ് ദ ടേംസ്, ഓൺലി ദ ഫസ്റ്റ് 2 ടേംസ് ആർ ടേക്കൺ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? HL is equal to HL is equal to KQ raised to X എന്ന് നമുക്ക് എടുക്കാം, which is equal to K into QA plus delta raised to X എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് QA raised to X plus X into QA raised to X minus 1 delta. ഫസ്റ്റ് 2 ടേംസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ദെൻ അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദ സെക്കൻഡ് കണ്ടീഷൻ ഇസ് now around a closed loop the summation of the head losses must be 0 അല്ലേ? The algebraic sum of the pressure drops around a closed loop must be 0 എന്ന് പറഞ്ഞപ്പോൾ അപ്പം അവിടുത്തെ ഹെഡ് ലോസസ് മസ്റ്റ് ബി ഓൾസോ 0. അപ്പോൾ നമ്മൾ എന്തെടുക്കും? സിഗ്മ, അതായത് സിഗ്മ HL ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. HL നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ആൻഡ് ദാറ്റ് ഇസ് സിഗ്മ K ഇൻറ്റു QA raised to X plus X into QA raised to X minus 1 delta is equal to 0 എന്നെടുക്കാം. അപ്പോൾ taking one term to the other side, you get it as sigma QA raised to X is equal to minus, open ചെയ്യുക ബ്രാക്കറ്റ്, അപ്പോൾ sigma K QA raised to X plus sigma K X QA raised to X minus 1 delta is equal to 0. അപ്പം now we take the term to the other side, sigma K QA raised to X is equal to sigma K X QA raised to X minus 1 delta. അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഡോണ്ട് ക്യാൻസൽ ഓഫ്, ഇതിങ്ങനെ ക്യാൻസൽ സിഗ്മ കെ ക്യാൻസൽ ചെയ്ത് കളയല്ലേ. സോ സിൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്, കറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ദ സെയിം ഫോർ ഓൾ ദി പൈപ്സ്. ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എറർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സെയിം ഫോർ ഓൾ ദി പൈപ്സ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഫോർ എ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ കറക്ഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ഇഞ്ഞ് പുറത്തെടുക്കാം. അപ്പോൾ ആ ടേമിൽ ആ ഡെൽറ്റ ഇഞ്ഞ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദ ഡെൽറ്റ കംസ് ഔട്ട്സൈഡ്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ കെ QA raised to X by sigma X into K QA raised to X minus 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ ഡെൽറ്റ കറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് സൈൻ വരാം. ഇപ്പം ഡെൽറ്റയ്ക്ക് നമ്മൾ സെയിം സൈൻ തന്നെ കൊടുക്കും
അല്ലെങ്കിൽ സെയിം സൈൻ കൊടുക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഇൻ ഓൾ ദി പൈപ്സ് ഓഫ് ദി ലൂപ്പ്, അതായത് ഡയറക്ഷൻ നോക്കിയിട്ടാണ് അതിൻ്റെ ബേസിസിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. സോ ആൻഡ് ദ എബവ് ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ നോക്കുമ്പം വി ഷുഡ് ടേക്ക് ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദാറ്റ് ടേം. സോ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴത്തേക്കും വിൽ ബി ടേക്കിംഗ് ദ അബ്സല്യൂട്ട് വാല്യൂ. സോ അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുന്നത് ഡെൽറ്റ is equal to minus sigma k qa raised to x by sigma x into k qa raised to x minus the absolute value. Now ഈ ടേം എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ, സോ വാട്ട് ഈസ് സിഗ്മ കെ ക്യു എ റേസ് ടു എക്സ്, അതായത് എച്ച് എൽ എന്ന് പറയുന്ന സംഭവം തന്നെയാണത്. എച്ച് എൽ എന്ന് പറഞ്ഞാൽ കെ ക്യു എ റേസ് ടു എക്സ് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ സിഗ്മ ആകുമ്പോഴത്തേക്ക് സിഗ്മ എച്ച് എൽ എന്ന് വരും. സോ ദാറ്റ് ഈസ് സിഗ്മ എച്ച് എൽ. നൗ വാട്ട് ഈസ് ദ ഡിനോമിനേറ്റർ? ഡിനോമിനേറ്റർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ദ ഡിനോമിനേറ്റർ ആസ് എക്സ് ഇൻറ്റു കെ ഇൻറ്റു ക്യു എ റേസ് ടു എക്സ് ബൈ ക്യു എ. അതുകൊണ്ടാണ് ക്യു എ റേസ് ടു 1, അതുകൊണ്ടാണല്ലോ ക്യു എ എക്സ് മൈനസ് 1 എന്ന് വന്നത്. സോ കെ ക്യു എ റേസ് ടു എക്സിന് എന്തായിട്ട് എഴുതാം? എച്ച് എൽ ആയിട്ട് നമുക്ക് എഴുതാം. എക്സോടെ കിടപ്പുണ്ട്. സോ നമ്മളെങ്ങനെ എഴുതും അത്? സോ മൈനസ് സിഗ്മ എച്ച് എൽ ബൈ എക്സ് ഇൻറ്റു എക്സ് നമുക്ക് പുറത്തേക്കാം സിഗ്മ എച്ച് എൽ ബൈ ക്യു എ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എച്ച് എൽ ബൈ ക്യു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് എച്ച് എൽ ഇസ് ദി ഹെഡ് ലോസ് ഫോർ ദി അസ്യൂംഡ് ഫ്ലോ, ക്യു എ ആണ്. സോ ദ ന്യൂമറേറ്റർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇസ് ദി ആൽജിബ്രൈക് സം ഓഫ് ദ ഹെഡ് ലോസസ് ഇൻ ദി പൈപ്സ്, അല്ലേ? വേരിയസ് പൈപ്സിലുള്ള ഹെഡ് ലോസസിന് സം തന്നെ ക്ലോസ്ഡ് ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഫോർ ദ അസ്യൂംഡ് ഫ്ലോ. അപ്പം നമ്മൾ ഈ ഡയറക്ഷനും ഇതും അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ദ സൈൻ ഫോർ എച്ച് എൽ വിൽ ബി അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മൾ സൈൻ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആൻഡ് അബ്സല്യൂട്ട് സം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആസ് റെസ്പെക്ട് ടു ദ ന്യൂമറേറ്റർ നമുക്ക് ആ ഡിനോമിനേറ്ററും എച്ച് എൽ ബൈ ക്യു എയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫൈനലി നമുക്ക് ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാം ഫോർ ഈച്ച് ലൂപ്പിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എച്ച് എൽ ബൈ ക്യു എയും കണ്ടുപിടിച്ചുകൊണ്ട് ഡെൽറ്റ എങ്ങനെ കിട്ടുമെന്നുള്ളത് പറഞ്ഞുതരാം. And pipes common to two loops will receive both corrections with due attention to sign. അപ്പം നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പം ഒരു ലൂപ്പ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണ്, ഇങ്ങനൊരു ലൂപ്പാണ്. നിങ്ങൾക്ക് പൊതുവേ സോൾവ് ചെയ്യാൻ തരുന്നത് ഇങ്ങനൊരു ഷേപ്പിലായിരിക്കും. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഒരു ലൂപ്പ് എന്ന് പറയുന്നത് എ ബി ഡി എ ഒരു ലൂപ്പാണ്. അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് സി ബി ഡി സി. അപ്പം ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് ബി ഡി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 പ്രാവശ്യം കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും, കൺസിഡറിങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ഓക്കെ, പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ ആ കറക്റ്റഡ് വാല്യൂ വെച്ചിട്ട് വേണം രണ്ടാമതൊന്ന് അനലൈസ് ചെയ്യാൻ. അഗെയിൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. ആൻഡ് ദ ഫ്ലോ ഇൻ ദ പൈപ്സ് കോമൺ ടു 2 ലൂപ്സ് ഷുഡ് ബി കറക്റ്റഡ് ഫോർ ദ കമ്പ്യൂട്ടഡ് കറക്ഷൻ ഓഫ് ബോത്ത് ദി ലൂപ്സ് വിച്ച് ഹാസ് ബീൻ സെറ്റ് ലൈക്ക് ഏർലിയർ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലൂപ്പിലും നമ്മൾ ഓരോ ലൂപ്പ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഈ വാല്യൂ ഓഫ് എക്സ്, ഈ വാല്യൂ എക്സ് എന്ന് പറഞ്ഞ ടേം നമ്മളവിടെ കണ്ടത്. ഈ വാല്യൂ ഓഫ് എക്സ് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ FME പഠിച്ച 2 ഇക്വേഷൻസ് ഉണ്ട്. ഹേസൻ വില്യം ഫോർമുലയുണ്ട്, ഡാസി വേബാക്ക് ഫോർമുലയുണ്ട്. ഹേസൻ വില്യംസ് ഫോർമുല ആണെങ്കിൽ എക്സ് 1.85 വരും. ഡാസി വേബാക്ക് ഇക്വേഷൻ ആണെങ്കിൽ 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ പറയും ഏതാണ് യൂസ് ചെയ്യേണ്ടത്. യൂസ് ഹേസൻ വില്യംസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ് 1.85 ആയിട്ട് എടുക്കുക. ഡാസി വേബാക്ക് എന്ന് പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 എന്ന് എടുക്കുക. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും മൈനർ ലോസ് സത്യം ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൈപ്പ് ലൂപ്പ് കറക്റ്റഡ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് കിട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൂപ്പായിട്ട് തിരിച്ച് അനലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ എൻറ്റയർ പ്രോസസ്സാണ് ഒന്നും കൂടെ പ്രൊസീജിയറാക്കി
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇത് പൊതുവേ ചോദിക്കാറുണ്ട്, എൻ്റെ പ്രൊസീജിയർ വിച്ച് ഇസ് ബീൻ അഡോപ്റ്റഡ് ഇൻ ഹാർഡി ക്രോസ് മെത്തേഡ് ചോദിക്കാറുള്ളതാണ്. സോ പ്രൊസീജിയർ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് അസ്യൂം ഇൻറ്റേർണലി കൺസിസ്റ്റൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലോ. ഇപ്പോൾ പൈപ്പ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ പൈപ്പ് നെറ്റ്വർക്കിലേക്ക് ഓരോ ലൂപ്പിലേക്കും എന്താണ് ഫ്ലോ വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും ആ ജംഗ്ഷനിലേക്ക് വരുന്ന ഫ്ലോയും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലോയും ഈക്വൽ ആവേണ്ടതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ പൈപ്പിനും നമ്മൾ ഹെഡ് ലോസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ്. ആ ഹെഡ് ലോസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡയറക്ഷൻ നോക്കുക. നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ നോക്കി അതിനനുസരിച്ച് അത് പോസിറ്റീവും നെഗറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഫ്ലോ നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കും. ദെൻ വിത്ത് ഡ്യൂ അറ്റൻഷൻ ടു സൈൻ ഇറ്റ് സെൽഫ് നമ്മൾ എന്തും കൂടെ കമ്പ്യൂട്ട് ചെയ്യണം, സിഗ്മ കെ ക്യു എ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡാസി വേബാക്ക് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യു എ സ്ക്വയർ എന്ന് യൂസ് ചെയ്യാം. വ്യഹീസൻ വില്യംസ് ആണെങ്കിൽ ക്യു എ റീസ് 1.85 എന്ന്. അതേപോലെ സിഗ്മ എക്സ് ഇൻറ്റു കെ ക്യു എ റീസ് എക്സ് മൈനസ് 1 കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ഡെൽറ്റ നമുക്ക് കിട്ടും. ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ കറക്ഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത് രണ്ട് പൈപ്പ്സിൽ ഈക്വലായിട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് കോമൺ ലൂപ്പ് വരുന്നുണ്ടെങ്കിൽ രണ്ട് ലൂപ്പും കൺസിഡർ ചെയ്ത സമയത്ത് കിട്ടുന്ന ആ ടോട്ടൽ കറക്ഷൻ വേണം നമ്മൾ ആ കോമൺ പൈപ്പിന് അപ്ലൈ ചെയ്യും. ഇനി അടുത്ത പ്രോബ്ലമാണ്.